എന്നാൽ ഇതിനൊരു സമാപനം ഉണ്ടാകും, ഒരു ആൺകുട്ടി വരും. അതാണ് മുഹമ്മദ് ബിൻ അബ്ദുല്ല ഇമാമുൽ മഹ്ദി. മഹ്ദി വന്ന എന്ത് ചെയ്യും? നീതി നടക്കും. കുറെ പള്ളി മദ്രസ ഉണ്ടാക്കല്ലേ. നമുക്ക് നീതി നടത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പള്ളി മദ്രസ ഉണ്ടാക്കും. പള്ളി നല്ലതാണ്, മദ്രസ നല്ലതാണ്, പക്ഷെ അതൊന്നുമല്ല ദീൻ. ദീൻ നീതിയാണ്. ബഹുമാനപ്പെട്ട അൽ ഹസൻ സഞ്ചരി ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി, അള്ളാഹുവിനെ ദർജ വെച്ച് കൊടുക്കട്ടെ. അവർ അജ്മീർ കിടക്കുന്നുണ്ട്. ഒരു ഉറുപ്പിക, ഒരു ഫിൽസ്, ഒരു ദിർഹം കയ്യിലില്ല. ഇന്ത്യയിലേക്ക് വരുമ്പോൾ എൻ്റെ അള്ളാഹുവിനെ കയ്യിലോട്ട് കൊടുത്തു. വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കും. 100 കണക്കിന് ആളുകൾ ദിവസേന അവരെ താമസ സ്ഥലത്ത് വരും. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൂട്ടിയത് കൊണ്ട് ഖാജാക്ക് ഖാജ ഗരീബ് നവാസ് എന്ന് പേര് കിട്ടി. ഖാജ ഗരീബ്, പാവപ്പെട്ടവന്റെ സുൽത്താൻ. ഈ ദുനിയാവ് മുഴുവനും അവരെ വല്യാപ്പാന്റെ കാലിന്റെ ചുവട്ടിൽ അള്ളാഹ് അങ്ങനെ അമർത്തി വെച്ചതാണ്. മൂസൽ കാളിമിന്റെ മക്ബറയിലേക്ക് വണ്ടി പോകില്ല. 2 കിലോമീറ്റർ ഇപ്പുറം ഞങ്ങൾ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. ആളാരാ കൊന്നിട്ട് അബ്ബാസി ഖലീഫമാർ ടൈഗ്രീസ് നദിയുടെ പാലത്തിന്റെ ഉള്ളിൽ കൊണ്ടിട്ടു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ പാലത്തിന്റെ ഏരിയ മുഴുവൻ കസ്തൂരി വാസനിക്കും. ഇനി ഒരാൾ ഇവിടെ വരാൻ പോകുന്നുണ്ട്, മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു. എന്താണ് ആ മനുഷ്യൻ ചെയ്യുക? ആ മനുഷ്യൻ മല അൽ അർള അദ്ലൻ, ഭൂമിയിൽ നീതി നിറക്കും. അതായത് ദീൻ നിറക്കും. ദീൻ എന്നാൽ നീതിയാണ്. മനുഷ്യർക്ക് വേണ്ടത് തിന്നാനും കുടിക്കാനല്ല, മനുഷ്യർക്ക് വേണ്ടത് നീതിയാണ്. ലോകാവസാനം വരുമ്പോൾ നീതി കിട്ടൂല, നീതി ഉണ്ടാവില്ല. നീതി എന്ന സംഭവം ഉണ്ടാവില്ല. എവിടെ നീതി? ഒന്നിൽ നീതി ഉണ്ടാവില്ല. ഒന്നിൽ പള്ളി ഉണ്ടാവും, നീതി ഉണ്ടാവില്ല. മദ്രസ ഉണ്ടാവും, നീതി ഉണ്ടാവില്ല. പണ്ഡിതനുണ്ടാവും, നീതി ഉണ്ടാവില്ല. ആരുണ്ടാവും, നീതി ഉണ്ടാവില്ല. മനുഷ്യർക്ക് നീതി കിട്ടൂല. ജനങ്ങൾക്ക് വേണ്ടത് നീതിയാണ്. മുന്നിൽ ഗുരുവാകുമ്പോൾ ഗുരുവിനെ ആക്രമിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അർജുനൻ വില്ല് കൊലക്കാൻ മടിച്ചു. തേരിൽ കൃഷ്ണനുണ്ട്, അർജുനുണ്ട്. ഞാൻ കുരുക്ഷേത്രം പറയുക. ഞാൻ ഇത്തരം ഒരു കൺസെപ്റ്റ് അപ്പുറത്ത് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് അപ്പുറത്ത് ദുര്യോധനന്റെ സംഘത്തിൽ ദ്രോണനുണ്ട്. ദ്രോണൻ അർജുനന്റെ ഗുരുവാണ്. അപ്പോൾ എതിർപക്ഷത്തോട് അമ്പ് കൊലക്കാൻ വേണ്ടി കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. തേര് തെളിക്കുന്നത് ഞാൻ ഹൈന്ദവ കൺസെപ്റ്റിൽ പറയാം, ചിന്തിക്കണം. അപ്പോൾ അവിടെ വില്ല് കൊടുക്കാൻ അർജുനൻ മടിച്ചു. എന്തുകൊണ്ട്? ഗുരുവായ കൃഷ്ണനാണ് മുന്നിൽ. അപ്പോൾ കൃഷ്ണൻ, ഗുരുവായ ദ്രോണനാണ് മുന്നിൽ. അപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു അർജുനനെ. അതാണ് ഗീത. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അത് പറഞ്ഞു തുടങ്ങാം. ഇതാണ് ഗീതോപദേശം. ഗീത എന്നതാണ് സത്യത്തിൽ ഹൈന്ദവ വേദങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്, ഗീത. ഗീതയുടെ ഗീതോപദേശം നീതിയുടെ ഉപദേശം. അവിടെ ഗുരുവെന്നോ മറ്റാരെന്നോ നോക്കരുത്. എന്തുകൊണ്ട്? നീതിയാണ് പ്രധാനം. എപ്പോൾ നീതി ഇല്ലയോ അപ്പോൾ നീതി ഉണ്ടാക്കണം. നീതിയാണ് കടമ. ഞാൻ നീട്ടി പറയുന്നില്ല, നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് അനീതിയാണ്. ഈ അനീതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കൂല. അനീതി അനീതിയായി തുടരും. നിലവിൽ ഇറാൻ പിടിച്ചു നിൽക്കുമെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും ഇറാൻ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഇറാൻ ഈ യുദ്ധത്തിൽ തോറ്റിരിക്കും. ഇറാൻ ഈ യുദ്ധത്തിൽ പരാജയപ്പെടും. ഒരുപക്ഷെ ഇറാൻ തന്നെ ചേരുംപടി ചേർക്കപ്പെട്ടേക്കാം. അതിനാണ് കൂടുതൽ സാധ്യത. ഈ യുദ്ധം ഇന്നോ നാളെയോ അവസാനിക്കുകയുമില്ല. അവസാനിക്കാതിരിക്കുക എന്നത് പടിഞ്ഞാറിന്റെ താല്പര്യമാണ്. എന്തുകൊണ്ട്? കത്തോലിക്കക്കാർക്ക് എപ്രകാരമാണോ പോപ്പ്, അപ്രകാരമാണ് ഷിയാക്കൾക്ക് അവരുടെ ആത്മീയ നേതാവ്. തൻ്റെ ബംഗ്ലാവിൽ താമസിക്കുന്ന സാധുവായ ഒരു മനുഷ്യനെ കൊല്ലേണ്ട യാതൊരു ആവശ്യവും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇല്ല. പക്ഷെ അതെന്തിനാണ് അമേരിക്ക ചെയ്തത്? ഈ ശത്രുത പശ്ചിമേഷ്യയിൽ അവസാനിക്കാൻ പാടില്ല. ഒരിക്കലും സുന്നികളും ഷിയാക്കളും ഒന്നാകാൻ പാടില്ല.
സുന്നികളും ഷിയാക്കളും ഒന്നായി കഴിഞ്ഞാൽ പിന്നെ പശ്ചിമേഷ്യയിൽ ഒരു മൂന്നാമത്തെ ആൾക്ക് മുതലെടുക്കാൻ പറ്റൂല. അപ്പോൾ വലിയ അനീതി ചെയ്തു. അൻസിലിനാസ മനാസിലഹും, ആരാണെങ്കിലും അവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. അക്രിമു കരീമൽ ഖൗമി, ഒരു ജനത്തിന്റെ നേതാവിനെ ബഹുമാനിച്ചേ മതിയാകൂ. മുഹമ്മദ് മുസ്തഫ അവര് ഷിയാക്കളാണ്, എന്നാൽ അവർ നേതാവിനെ ബഹുമാനിക്കണം. ഇതെല്ലാം ബേസിക് പ്രിൻസിപ്പിളാണ്. ഒരു യുദ്ധത്തിൽ ഒരു ആത്മീയ നേതാവിനെ കൊല്ലാൻ പാടില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും മണ്ഡപത്തിൽ ചില മതങ്ങളുടെ നേതാക്കന്മാർ, ഗുരുക്കന്മാർ, സന്യാസിമാർ ശിർക്ക് ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് മേൽ വാൾ ഉയർത്തരുതെന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് എത്രമേൽ പ്രധാനമാണോ അത്രമേൽ അവരുടെ സന്യാസിമാർ അവർക്കും പ്രധാനമാണ്. ഒരു ജനത്തിന്റെ ബഹുമാന്യനായ നേതാവിനെ ബഹുമാനിച്ചേ മതിയാകൂ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് തകർത്തു. ഈ ശത്രുത അവസാനിക്കാൻ പോകുന്നില്ല. ഈ ശത്രുത നിലനിർത്തും. എന്തിന്? പശ്ചിമേഷ്യയിൽ മുതലെടുക്കണമെങ്കിൽ ഇത് നിലനിർത്തണം. എന്നാൽ ഇതിനൊരു സമാപനം ഉണ്ടാകും. ഒരു ആൺകുട്ടി വരും. അതാണ് മുഹമ്മദ് ബിൻ അബ്ദില്ല ഇമാമുൽ മഹ്ദി. മഹ്ദി വന്ന എന്ത് ചെയ്യും? നീതി നടക്കും. കുറെ പള്ളി മദ്രസ ഉണ്ടാക്കല്ലേ. നമുക്ക് നീതി നടത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ പള്ളി മദ്രസ ഉണ്ടാക്കും. പള്ളി നല്ലതാണ്, മദ്രസ നല്ലതാണ്, പക്ഷെ അതൊന്നുമല്ല ദീൻ. ദീൻ നീതിയാണ്. ദീൻ നീതിയാണ്. നീതിക്കപ്പുറം ഒരു 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 അണുമണി തൂക്കം ദീനുണ്ടാവില്ല. അപ്പോൾ ഭൂമിയിൽ നീതി നിറക്കും ബഹുമാനപ്പെട്ട ഇമാമുൽ മഹ്ദി റളിയല്ലാഹു അൻഹു. ആർക്കേ അതിന് കഴിയൂ? അത് ഫാത്തിമ ബീവിയുടെ മോനെ കഴിയൂ. അവർക്ക് ദുനിയാ വിഷയമല്ല. അവരുടെ കയ്യിൽ ദുനിയാവ് ഉണ്ടാവില്ല. ഈ കുട്ടികളെ ബാപ്പയാരാ? ഈ രണ്ട് കുട്ടികളെയും ബാപ്പയാരാ? അലി അല്ലേ? ഈ രണ്ട് കബീലയുടെയും ബാപ്പയാണ് ആര്? അലി. അലി ആരാ? സിഫറുൽ യദൈൻ, രണ്ട് കയ്യിൽ ഒന്നുമില്ലാത്തവൻ. അപ്പോൾ അഹ്ലു ബൈത്തിന് മുതൽ വിഷയമല്ല. അവർ മുതൽ കൊണ്ട് നാടിനെ കീഴടക്കിയവരുമല്ല. മുതൽ അവർക്ക് ആവശ്യമില്ല. മുതലാളിക്ക് അവർ വഴിപ്പെടാനും പാടില്ല. മുതലാളിക്ക് അവർ വഴിപ്പെട്ടാൽ നീതി ഉണ്ടാവില്ല. അവർ നീതിയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. വളരെ നിങ്ങൾ ചിന്തിക്കണം. മനസ്സിലായില്ല? റസൂലുള്ളാഹിക്ക് വേറെ ഒരു മരുമോൻ ഉണ്ടായിരുന്നു. ആര്? സയ്യിദുന പറ. ഉസ്മാൻ. ആരാ ഉസ്മാൻ? മൊലാളി. ഇങ്ങോട്ടൊരു കുട്ടി ഉണ്ടായില്ല. മൊലാളി കുട്ടിയാ? മൊലാളി കുട്ടി അഹ്ലു ബൈത്തായില്ല. മൊലാളി കുട്ടി ഉണ്ടായില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ല. മനസ്സിലായോ? എന്തേ? ഹസനെ ഉസ്മാൻ ബിൻ അഫ്ഫാന് കൊടുത്തിട്ട് ഹുസൈനെ അലിബിന് ഇങ്ങോട്ട് കൊടുത്തു. അല്ലാഹു തആലക്ക് നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? ഒന്ന് പറയും മനുഷ്യന്മാരെ. നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? എന്താ ചിന്തിക്കാത്തത്? വലിയ മുതലാളിയല്ലേ ആര്? സയ്യിദുന ഉസ്മാൻ. സയ്യിദുന ഉസ്മാൻ 1000 ഒട്ടകപ്പുറത്ത് വന്ന സാധനങ്ങളെല്ലാം നാട്ടുകാർക്ക് ദാനം ചെയ്തു ക്ഷാമക്കാലത്ത്. സയ്യിദുന ഉസ്മാൻ എന്താ മുതലാളി? തവിട്ടിൽ നേടുന്ന മുതലാളി. മുതലാളി എന്ന് പറഞ്ഞ മുതലാളി. മുതലാളി എന്ന് പറഞ്ഞ മുതലാളി. അങ്ങനെ ഒരു മുതലാളി മദീനയിലില്ല. ആജാതി മുതലാളി. മദീന കണ്ട ഏറ്റവും വലിയ ഒരു മുതലാളിയാണ് ആര്? സയ്യിദുന ഉസ്മാൻ. ആ ഉസ്മാൻ ഹബീബായ റസൂലുള്ളാഹിനെ 2 പെൺകുട്ടികളെ കെട്ടി. എന്നിട്ടൊരു കുട്ടി ഉണ്ടായില്ല. എന്റെ അഹ്ലു ബൈത്തിന് മുതൽ വിഷയമല്ല. അവർക്ക് മുതലുണ്ടാകേണ്ട ആവശ്യമില്ല. ഫാത്തിമ ബീവിയെ കെട്ടിച്ചു കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി അലി ബിൻ അബി ത്വാലിബിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ ഇൻദക മിൻ ഷൈ? എന്റെ മോളെ ഞാൻ കെട്ടിച്ചേരാ, നിങ്ങളെ കയ്യിൽ മഹർ തരാൻ എന്തെങ്കിലും ഉണ്ടോ? തല തൂക്കിയിട്ടിരുന്നു. എന്തുകൊണ്ട്? മഹർ കൊടുക്കാനുള്ള പൈസ ആരെ കയ്യിലില്ല. അലവേണ കയ്യിൽ ഒന്നുമില്ല. സിഫറുൽ യദൈൻ. 2 കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. ഒരു കാലത്തും ഉണ്ടാവില്ല. 10 പൈസ കയ്യിലുണ്ടാവില്ല. അങ്ങനത്തെ ആളാണ് ആര്? സയ്യിദുന അലി. മഹർ കൊടുക്കാൻ പിന്നെ വകുപ്പുണ്ടാക്കി കൊടുത്ത റസൂലുള്ളാഹി. അതായത് ഫാത്തിമ ബി ഒരു മനുഷ്യന് പെണ്ണെട്ടണമെങ്കിൽ അടിസ്ഥാന ആവശ്യമാണ് എന്ത്? പറയും മനുഷ്യന്മാരെ, മഹർ. അതിന് പോലും ഈ കുട്ടികളെ വാപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല, ഒന്നുമില്ല. മഹർ കൊടുക്കല്ല. എന്നിട്ട് പിന്നെ
അതിനും നബി ഒരു വകുപ്പുണ്ടാക്കി കൊടുത്തു. ഉസ്മാൻ ബിൻ അഫ്ഫാനോ മുതലാളി എന്ന് പറഞ്ഞാൽ മുതലാളി, മുതലാളി എന്ന് പറഞ്ഞാൽ മുതലാളി, വമ്പൻ മുതലാളി. എന്നിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന രണ്ട് കബീല, ഹസനി കബീലയും ഹിസൈനി കബീല, അവരെ ബാപ്പയാരാ? സിഫ്റുൽ യദൈൻ, രണ്ട് കൈയും വട്ട പൂജ, ഒന്നുമില്ല. പട്ടിണി കടന്ന് നോമ്പ് നോറ്റതിനെ പറ്റി ഖുർആനിൽ ആയത്തുണ്ട്. അത് അലി ഇബ്നു അബി ത്വാലിബ. യുത്അമൂന അത്വാമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. അള്ളാഹു അവിടെയൊക്കെ പ്രവേശിക്കാൻ, ആ സ്വർഗീയ ആരാമങ്ങളിൽ അവരോട് കൂടെ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അലി ബിൻ അബി ത്വാലിബിനെ പ്രശംസിച്ചാണ് ആയത്ത്. ഭക്ഷണത്തിന് വലിയ കൊതി ഉണ്ടായിട്ടും അലി ബിൻ അബി ത്വാലിബ് ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുത്ത് പട്ടിണി കടന്ന് നോമ്പനുഷ്ഠിച്ചു. 3 ദിവസം നോമ്പ് പറ്റൂ, 3 ദിവസം നോമ്പറക്കാൻ ഒന്നുമില്ല. ഉണ്ടാക്കും, അത് ദരിദ്രന്മാർ വന്നാൽ അങ്ങോട്ട് കൊടുക്കും, പിന്നെ വീട്ടിലൊന്നുമില്ല. അങ്ങനത്തെ ദരിദ്രനാണ് സയ്യിദുനാ അലി. ഉറക്കെ പറ സയ്യിദുനാ അലി. അല്ലാഹു അവരെ ദറജയേറ്റി കൊടുക്കട്ടെ. അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവരെ ബാപ്പ മതി, അവരെ വല്ലിപ്പ മതി. മുഹമ്മദ് മുസ്തഫ അവർ വല്ലിപ്പയാരാവമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അഹ്ലു ബൈത്ത് വന്നവരിൽ നിന്നൊക്കെ എല്ലാവരും വന്നത് 10 വയസ്സല്ലാതെയാണ്. എല്ലാവരും വന്നത് 10 വയസ്സല്ലാതെയാണ്. 10 വയസ്സല്ലാതെ വന്നു. മമ്പാടുണ്ട് തിണ്ടോടിച്ച തങ്ങൾ, തിണ്ടും തങ്ങൾ എന്ന് പറയും എൻ്റെ വല്യമ്മ. തിണ്ടോടിച്ച തങ്ങൾ എന്നാ പറയുക. എന്താ കാരണം? നാട്ടിൽ നിന്ന് ഹദർമൗത്തിലേക്ക് വരുമ്പോൾ വരാൻ കയ്യിൽ പണമില്ല. ഒരു കുതിരക്കാരനോട് ചോദിച്ചു എന്നെ ഹദർമൗത്തിൽ എത്തിക്കുമോ? അപ്പോൾ കുതിരക്കാരൻ സമ്മതിച്ചില്ല. അതിരാവിലെ, ഒരു ദിവസത്തെ അതിരാവിലെ ചെറുപ്പക്കാരനായ കുട്ടി ഹദർമൗത്തിലേക്ക് പോകണം, തൻ്റെ ഗുരുവിനോട് കൂടെ പോകണം. ആരാ ഗുരു? മൗലദ്ദബീല സയ്യിദ് അലബിയിൽ മമ്പുറമി റളിയല്ലാഹു. ആ ഗുരുവിനോട് കൂടെ മമ്പാട്ട തങ്ങൾക്ക് പോകണം. സീതി തങ്ങൾ പാപ്പ എന്ന് മമ്പാട്ടേർ പറയും, അവർക്ക് പോകണം. അപ്പൊ ഹദർമൗത്തിലെത്തിയാൽ ഉസ്താദിന്റെ കൂടെ കേരളത്തിലേക്ക് പോകാം. ഹദർമൗത്തിലെത്താൻ കയ്യിലൊന്നുമില്ല, വാഹനവും ഇല്ല. അപ്പോൾ ഒരു കുതിരക്കാരനെ കണ്ടു. ആ കുതിരക്കാരനോട് കുട്ടി ചോദിച്ചു എന്നെയും ഹദർമൗത്തിലേക്ക് കൊണ്ടുപോകുമോ? കുതിരക്കാരൻ ഗൗനിക്കാതെ പോയി. അപ്പോൾ കയ്യിലുള്ള വടി കൊണ്ട് കുട്ടി നിൽക്കുന്ന തിണ്ടിനടിച്ചു. അപ്പോൾ തിണ്ടോടിച്ച തങ്ങൾ തിണ്ടോടി ഹദർമൗത്തിലെത്തി. പിന്നെ കപ്പൽ കയറി വന്നു. അതാണ് മമ്പാട്ട് കിടക്കുന്ന സയ്യിദ് തങ്ങൾ പാപ്പ. അവർ സയ്യിദ് ഫളിലിന്റെ ഉസ്താദാണ്. സയ്യിദ് ഫളിൽ മമ്പർത്ത തങ്ങൾ പാപ്പയുടെ പൊന്നുമോനാണ് റളിയല്ലാഹു അൻഹു. അള്ളാഹു അവരുടെയൊക്കെ സയ്യിദ് ഫളിലിനെ നാട് കടത്താൻ വേണ്ടിയാണ് പരപ്പനങ്ങാടിയിൽ റെയിൽവേ സ്റ്റേഷൻ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയത് എന്നാണ് ചരിത്രം. മനസ്സിലായോ? ഇവിടെ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ കാരണം ഉണ്ടായിരുന്നില്ല. കോഴിക്കോട് വിട്ടാൽ പിന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് തിരൂരാ. അപ്പം സയ്യിദ് ഫളിലിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തുമെന്നറിഞ്ഞപ്പോൾ മുസ്ലിമീങ്ങൾ കാത്തുനിന്നു, ഒന്ന് കോഴിക്കോടും ഒന്ന് തിരൂരും. അപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒപ്പിച്ചു പരപ്പനങ്ങാടിയിൽ. എന്നിട്ട് പെട്ടെന്ന് സയ്യിദ് ഫളിലിനെ കയറ്റിവിട്ടു എന്നാണ് ചരിത്രം. മമ്പർത്ത് തങ്ങൾ പാപ്പാൻ്റെ മോൻ, അവരുടെ ഉസ്താദാണ് മമ്പാട് സയ്യിദ് തങ്ങൾ. അവർ തിണ്ടോടിച്ച തങ്ങളാണ്. ജമല്ലൈൻ സാദാത്യങ്ങളുടെ വല്ലിപ്പ മഹാനവർകൾ മുസല്ല വിരിച്ചു പോന്നതാണ്. ഇവിടെ വന്ന തങ്ങന്മാരൊക്കെ വന്നത് പൈസ കൊണ്ടല്ല. വലിയ തങ്ങൾ കിടക്കുന്നുണ്ട് ഖാജ. ബഹുമാനപ്പെട്ടവർ ദുആയിൽ പ്രത്യേകിച്ച് അവരുടെ മഹത്വം പറഞ്ഞ് ദുആയിൽ ഉൾപ്പെടുത്തി. എനിക്ക് വലിയ സന്തോഷമായി. ബഹുമാനപ്പെട്ട അൽ ഹസനുൽ സഞ്ചരി ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി, അള്ളാഹുരെ ദർജയേറ്റി കൊടുക്കട്ടെ. അവർ അജ്മീർ കിടക്കുന്നുണ്ട്. 1 ഉറുപ്പിക, 1 ഫിൽസ്, 1 ദിർഹം കയ്യിലില്ല ഇന്ത്യയിലേക്ക് വരുമ്പോൾ.
പിന്നെ എന്ത് ചെയ്തു? ഇവിടെ വന്നിട്ട് കൊടുത്തു. എന്റെ അള്ളാഹുവിന്റെ കയ്യിലോട്ട് കൊടുത്തു. വരുന്നവർക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കും. നൂറുകണക്കിന് ആളുകൾ ദിവസേന അവരെ താമസ സ്ഥലത്ത് വരും. അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കും. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൂട്ടിയത് കൊണ്ട് ഹാജാക്ക് ഹാജ ഗരീബ് നവാസ് എന്ന് പേര് കിട്ടി. ഹാജ ഗരീബ്, പാവപ്പെട്ടവന്റെ സുൽത്താൻ. മനസ്സിലാവണില്ലേ പറഞ്ഞത്? കുഴങ്ങിയോ വന്നാൽ അവിടെ ഭക്ഷണം കിട്ടും, പൈസയും കിട്ടും. ഇങ്ങനെ എടുത്തു കൊടുക്കും. അവർക്ക് പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യം ഇല്ല. തങ്ങന്മാർക്ക് പൈസ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യം അവർക്കില്ല. അതിന്റെ ആവശ്യം അവർക്കില്ല. ഈ ദുനിയാവ് മുഴുവനും അവരെ വല്യാപ്പാന്റെ കാലിന്റെ ചുവട്ടിൽ അള്ളാഹ് അങ്ങനെ അമർത്തി വെച്ചതാണ്. പൈസക്കാർ അവരെ അടിമകളാക്കാൻ നോക്കും. രണ്ട് കൂട്ടർ ജനങ്ങളെ അടിമകളാക്കും. ഒന്ന് ഭരിക്കുന്നവരും, ഒന്ന് അധികാരികളും, ഒന്ന് പണക്കാരും. ഈ രണ്ട് കൂട്ടരും എല്ലാം നല്ലതിൻ്റെ മേലെ കയറിയിരിക്കാൻ നോക്കും. ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇത്തിക്കണ്ണി മരത്തിൽ കയറിയതുപോലെ. പിന്നെ മരം ഉണ്ടാവില്ല, ഇത്തിക്കണ്ണി മാത്രമേ ഉണ്ടാവൂ. ഈ രണ്ട് കൂട്ടർക്കും അനങ്ങാൻ പറ്റൂല മഹദി വന്നാൽ. കാരണം ഈ രണ്ട് കൂട്ടർക്കും അധികാരം ഉണ്ടായാൽ നീതി ഉണ്ടാവും. വളരെ എന്തുകൊണ്ടാണ് അഹ്ലു ബൈത്ത് ആയത്? അഹ്ലു ബൈത്ത് നീതിയുടെ കൂടെ നിലകൊണ്ടു. ചിന്തിക്ക്. അമവി ഖലീഫമാർ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരെയാ? അഹ്ലു ബൈത്തിന്. എന്തേ? അഹ്ലു ബൈത്ത് നീതിയുടെ കൂടെ നിന്നു. പിന്നെ അമവികൾ പോയപ്പോൾ അബ്ബാസികൾ വന്നു. അബ്ബാസികൾ ആരെയാ ഉപദ്രവിച്ചത്? അഹ്ലു ബൈത്തിനെ. ലോക ചരിത്രത്തിലെ ഭരണാധികാരികളെല്ലാം ഉപദ്രവിച്ചത് ആരെയാ? അഹ്ലു ബൈത്തിനെ. എന്തുകൊണ്ട്? ബ്രിട്ടീഷുകാരെ ഉപദ്രവിച്ചത് ആരെയാ? അഹ്ലു ബൈത്തിനെ. എന്തേ? അഹ്ലു ബൈത്ത് എന്തിന്റെ കൂടെ നിന്നു? നീ അങ്ങനെ പറ. നീതി തല കൊടുത്ത് ചിന്തിക്കണം. ബഹുമാനപ്പെട്ട മൂസൽ കാളിം റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞാണ്. സയ്യിദുനാ മൂസൽ കാളിം 2 കിലോമീറ്റർ ഇപ്പുറത്ത് വണ്ടി നിർത്തി നടക്കണം. ഞാൻ നടന്നോനാ. മൂസൽ കാളിമിന്റെ മക്ബറയിലേക്ക് വണ്ടി പോവില്ല. 2 കിലോമീറ്റർ ഇപ്പുറം. ഞങ്ങളാ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പലവട്ടം പോയിട്ടുണ്ട്. 2 കിലോമീറ്റർ ഇപ്പുറം വണ്ടി നിർത്തി നടക്കണം. മൂസൽ കാളിമിന്റെ ഈ ആളാരാ? കൊന്നിട്ട് അബ്ബാസി ഖലീഫമാർ ടൈഗ്രീസ് നദിയുടെ പാലത്തിന്റെ ഉള്ളു കൊണ്ടിട്ടു. പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ പാലത്തിന്റെ ഏരിയ മുഴുവൻ കസ്തൂരി വാസനിക്ക. ആരാ എന്നത് ചെയ്തത്? ഹാറൂൺ റഷീദിന്റെ കാലത്ത്. ഹാറൂൺ റഷീദ് ചരിത്രത്തിൽ വലിയ ആളായി പരിഗണിക്കപ്പെടുന്ന ആളാ ഹാറൂൺ റഷീദ്. ഹാറൂൺ റഷീദിന്റെ കാലത്താണ് മൂസൽ കാളിമിനെ കൊണ്ടത്. പിറ്റേന്ന് നേരം കസ്തൂരി വാസനിക്ക പാലത്തിന്റെ അടിയിൽ നിന്ന്. എന്താ മനസ്സിലാവണില്ല? പിറ്റേന്നും മനസ്സിലായില്ലേ? പിന്നെയാണ് പാലത്തിന്റെ അടിയിൽ ഇറങ്ങി പരിശോധിച്ചപ്പോൾ എന്താ സംഭവം? ഒരു രോമക്കുത്തിന് മാറ്റം പറ്റിയിട്ടില്ല. ഇപ്പോൾ മരിച്ചതുപോലെ ഉണ്ട്. ആര്? മഹാനായ മൂസൽ കാളിം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നാവ് എന്തിനാ? സയ്യിദുനാ മൂസൽ കാളിം കൊന്നു. ആര് കൊന്നു? മുസ്ലിം ചക്രവർത്തിമാർ കൊന്നു. ഒക്കെ കൊന്നത് നമ്മളാണ്. ഒന്നും മറ്റവരെ പറയണ്ട, പുറത്തു പറയണ്ട. എന്റെ ഭരണാധികാരികൾ കൊല്ലും, രാഷ്ട്രീയക്കാർ കൊല്ലും, മുതലാളിമാർ കൊല്ലും. ആരെ കൊല്ലും? നീതിയുള്ളവരെ കൊല്ലും. കാരണം അവർക്ക് നീതി ഇഷ്ടമുണ്ടാവില്ല. ശ്രദ്ധിക്കണേ. ഇങ്ങോട്ട് നോക്ക്. അവിടെ ഭക്ഷണത്തിന് തിരക്കരുതെന്ന് എൻ്റെ തങ്ങന്മാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. തങ്ങന്മാരെന്നോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ട്. 1000കണക്കിന് പാക്ക് എല്ലാവർക്കും ഇവിടെ കൊടുത്താലും ഭക്ഷണം ബാക്കിയുണ്ടാവും. ഭക്ഷണം കിട്ടൂല എന്നാരും വിചാരിക്കേണ്ട. ഭക്ഷണത്തിന് തിരക്കരുത് എന്ന് തങ്ങന്മാർ നേരത്തെ എന്നോട് അറിയിച്ചിട്ടുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി തിക്കും തിരക്കും കൂട്ടരുത്. ഭക്ഷണം ഇവിടെ എല്ലാവർക്കും കൊടുത്താലും ബാക്കിയാവും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം. തങ്ങന്മാരോട് ഞാൻ വളരെ താഴ്മയായി പറയാം. തങ്ങന്മാരെ ഇത്തിക്കണ്ണി പിടിച്ചടക്കണത് തങ്ങന്മാർ നോക്കണം. ഇത്തിക്കണ്ണി കയറും. ഇത്തിക്കണ്ണി എന്ന് പറഞ്ഞാൽ 2 സാധനമാണ്. ഒന്ന് പണം, ഒന്ന് രാഷ്ട്രീയം. അത് രണ്ടും പിടിച്ചടക്കും. പിടിച്ചടക്കി അനങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, മൂസൽ കാളിമിനെ കൊന്നു. ആര് കൊന്നു? അബ്ബാസികൾ കൊന്നു.
ആരാണ് അവര്? പറഞ്ഞ വലിയ കൂട്ടര്. പക്ഷേ മൂസൽ കാളിമിനെ സഹിക്കാൻ കഴിയില്ല. നീതിയാ, അനങ്ങാൻ വിടൂല. അവസാനം രഹസ്യമായി കൊന്നിട്ട് ടൈഗ്രീസ് നദിന്റെ അടിയിൽ കൊണ്ട് പേക്കാക്കി. പിന്നെ മുസ്ലിം ജനാവില് കണ്ടെടുത്ത് മറവ് ചെയ്തു. ഇന്ന് ആ കൊന്ന ചക്രവർത്തിമാർ എവിടെ മരിച്ചടക്കണമെന്ന് ആർക്കും അറിയില്ല. ഹാറൂൺ റഷീദ് എവിടെ കിടക്കണം തന്നെ അറിയില്ല. ബഗ്ദാദിലുണ്ട്, പക്ഷെ എവിടെയെന്ന് ആർക്കും അറിയില്ല. മൂസൽ കാളിമിന്റെ മക്ബറയിൽ പോകണമെങ്കിൽ മൂസൽ കാളിമിന്റെ മക്ബറയിൽ ചെന്നാൽ ഒരു സമയത്ത് ചുരുങ്ങിയത് ഒരു 5 ലക്ഷം ആളുണ്ടാവും. ചുരുങ്ങിയത് ഒരു മനസ്സിലായില്ല. 24 മണിക്കൂർ സിയാർത്ത. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു കൊല്ലത്തല്ല, നിങ്ങൾ ഇപ്പോൾ മൂസൽ കാളിമിന്റെ മക്ബറയിൽ പോയാൽ ഇപ്പോൾ അവിടെ 5 ലക്ഷം ആളുണ്ടാവും. രാത്രി 12 മണിക്കാലും 5 ലക്ഷം ആളുണ്ടാവും. ചുരുങ്ങിയത് അങ്ങോട്ട് കിടക്കുന്നുണ്ടാവും. ലക്ഷക്കണക്കായ ആളുകൾ കിടക്കുന്നുണ്ടാവും, സിയാറത്ത് ഉണ്ടാവും, ഖുർആൻ ഓതുണ്ടാവും. അത്ഭുതമാണ്. ഈ മനുഷ്യൻ അഹ്ലു ബൈത്തിന്റെ നേതാവാ. അതായത് വല്യാപ്പ. ആരുടെ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെ വല്യാപ്പ. മൂസൽ കാളിം ഇവരൊക്കെ വല്യാപ്പ, നിങ്ങളൊക്കെ വല്യാപ്പ. എന്നിട്ട് അക്കാലത്തെ ഭരണാധികാരി, ഭരണാധികാരി സുന്നിയാണ്. ഹാറൂൺ റഷീദ് സുന്നിയല്ലേ? ഹാറൂൺ റഷീദിന്റെ കുടുംബം അത് ചെയ്ത്. ഇവരൊക്കെ സുന്നികളാണ്, ജൂതന്മാരൊന്നും അല്ല. പക്ഷെ ആരെ സഹിക്കൂല? മൂസൽ കാളിം സഹിക്കൂല. എന്തുകൊണ്ട്? വിടൂല, അനങ്ങാൻ വിടൂല. കൊന്നു, പാക്ക് ചെയ്തു. ടൈഗ്രീസ് നദിയുടെ ചുവട്ടിലാണ് മൂസൽ കാളിമിനെ കൊന്നിട്ട് പിന്നെ കൊണ്ട് മറവിൽ മുസ്ലിമീങ്ങൾ. ഇന്നോ ആ കൊന്ന ഭരണാധികാരികൾ എവിടെയാണ് മരിച്ചു കിടക്കുന്നത് എന്ന് ഇന്ന് ഗൂഗിൾ അടിച്ചാൽ പോലും കിട്ടൂല. ഞാൻ പലവട്ടം ബഗ്ദാദിൽ പോയിട്ടുണ്ട്. ബഗ്ദാദിൽ എവിടെയെങ്കിലും ഹാറൂൺ റഷീദ് മക്ബറ അങ്ങോട്ടില്ല. ഞാൻ ഹാറൂൺ റഷീദ് മോശമെന്ന് പറയല്ല, ഹാറൂൺ റഷീദിന്റെ കുടുംബത്തിൽ ചെയ്ത്. പക്ഷെ മൂസൽ കാളിമിന്റെ മക്ബറയിൽ പോകണമെങ്കിൽ 2 കിലോമീറ്റർ വാഹനം നിർത്തിയിട്ട് നടക്കണം. എന്ത്? അവിടത്തേക്ക് വാഹനം എത്താൻ പറ്റൂല. ഞാൻ പറഞ്ഞ സദാസമയം ഒരു നേരത്തെ തന്നെ 5 ലക്ഷം 6 ലക്ഷം ഉള്ളടത്ത് വാഹനം കൊണ്ടുവന്ന എന്ത് ചെയ്യാൻ പറ്റും? അലി ബിൻ അബി താലിബിന്റെ മക്ബറ അല്ല ഈ പറഞ്ഞത്, ആരുടെ മക്ബറയാണ്? മൂസൽ കാളിം. ലോകത്തിന് ആ മനുഷ്യനെ മറക്കാൻ കഴിയില്ല. കാരണം ആ മനുഷ്യൻ ജീവിച്ചത് എന്തിനു വേണ്ടിയാണ്? നീതി, നീതി. അപ്പോൾ ആ ഹിദായത്ത് നിലകൊള്ളേണ്ടത് നീതി. ഒരു പണത്തിന്റെ ആവശ്യമല്ല. അവർ മുതലാളിമാരെ പേടിക്കും വേണ്ട. എന്ത് മുതലാളി? എന്താണ് മുതലാളിന്റെ കയ്യിലുള്ളത്? മുതലാളിന്റെ കയ്യിൽ എന്താ ഉള്ളത്? പണം എന്തിനാ പറ്റിയ? തിന്നാൻ പറ്റും. പണം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പണത്തിന്റെ ലാഭം എന്താ? കക്കൂസ്. പണം അഹ്ലു ബൈത്തിന്റെ കയ്യിൽ എന്താ? നൂറുൽ മുഹമ്മദി. ഓല കയ്യിൽ പ്രകാശം. തിന്നണ സാധനമല്ല, ഇവിടെ നിറഞ്ഞിടക്കണ ആള്. അത് ആദം നബിയുടെ നെറ്റിത്തടത്തിൽ കണ്ടപ്പോ സുജൂദൻ വീണു. ആര്? ആദം നബി അല്ല, മനുഷ്യന്മാരെ വീണത്. എന്തൊരു മനുഷ്യന്മാരാണ്! താനൊരു കാര്യം നിങ്ങൾ എന്നെ പറയിപ്പിക്കല്ലേ? മനസ്സിലായില്ല? ആദം നബിയുടെ നെറ്റിത്തടത്തിൽ ആ പ്രകാശം കണ്ടപ്പോൾ വീണു സയ്യിദുനാ ജിബ്രീൽ, മികായിൽ, ഇസ്രാഫീൽ, അസ്രായീൽ. ഇവരെ വല്യാപ്പാന്റെ നെറ്റിത്തടത്തിൽ ഇവരെ വല്യാപ്പാന്റെ പ്രകാശം കണ്ടു. എവിടെ? അലാ ജബഹത്തി ആദം. ആദമിന്റെ നെറ്റിത്തടത്തിൽ സയ്യിദുനാ ജിബ്രീൽ. നോക്കുമ്പോ പ്രകാശം. ആരുടെ പ്രകാശം? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഇവരെ വല്യാപ്പാന്റെ പ്രകാശമുണ്ട്. എവിടെ? ആദം നബിയുടെ. വീണു. ഒരുത്തം വീണില്ല, പുറത്താക്കി. പോടാ. ഇന്നും തിരിച്ചെടുത്തില്ല, തിരിച്ചെടുക്കൂല. ആദം നബിയെ പുറത്താക്കി അങ്ങനെ തിരിച്ചെടുത്തു. ഇന്നല്ലാഹ അസ്തഫ ആദമ വനൂഹൻ വആല ഇബ്രാഹീമ വആല ഇമ്രാന അലൽ ആലമീൻ.
ആദം നബിനെ പുറത്താക്കിയെന്ന് തിരിച്ചെടുത്തു, അന്ന് തന്നെ തിരിച്ചെടുത്തു, അപ്പൊ തന്നെ തിരിച്ചെടുത്തു. കാരണം 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 മുഹമ്മദ് ഈ പ്രകാശമുള്ള ഒരാളെ അങ്ങനെ പുറത്താക്കാൻ പറ്റൂല, അല്ലാഹ് ചെയ്യൂല. അതൊരു വാണിംഗ് ആണ്. എൻ്റെ വല്യമ്മ പറയും, അള്ളി റസൂലെത്താൽ ഇബ്ലീസ് പുറത്തല്ലേ. എൻ്റെ വല്യമ്മാൻ്റെ മധുവാപ്പ, അള്ളി റസൂലെത്താ ഇബ്ലീസ് പുറത്ത്. ഇബ്ലീസ് പുറത്തായി, ആദം നബിനെ തിരിച്ചു കൊടുത്തു. എപ്പോൾ തിരിച്ചു കൊടുത്തു? അപ്പൊ തന്നെ. എപ്പോഴാണ് പുറത്താക്കി? അപ്പൊ തന്നെ. തിരിച്ചെടുത്തു സയ്യിദുനാ ആദം. അപ്പൊ പുറത്താക്കിയതും അല്ല, തിരിച്ചെടുത്തു. എന്ത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നെറ്റിത്തടത്തിൽ അന്നൂറുൽ മുഹമ്മദി കണ്ടു സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ അല്ലാഹുവിന്റെ പട്ടാളക്കൂട്ടത്തെ എണ്ണിക്കണക്കാക്കാൻ അല്ലാഹു അല്ലാത്തൊരാൾക്ക് കഴിയില്ല. അത്രയും കോടി മലായിക്കത്ത്, അവരെ എണ്ണാൻ അല്ലാഹു അല്ലാത്തൊരാൾക്ക് കഴിയില്ല. സൂറത്തുൽ മുദ്ദഫിറിലുണ്ട് ഈ ആയത്ത്. അല്ലാഹുവിന്റെ പട്ടാളത്തെ എണ്ണാൻ അല്ലാഹു അല്ലാത്തൊരാൾക്ക് കഴിയില്ല. അവരൊക്കെ സുജൂദ് ചെയ്തു. അപ്പൊ എത്ര കോടി സുജൂദുണ്ടാവും? കോടാന കോടി ആളുകൾ, മലക്കുകൾ ഒരു സെക്കൻഡ് കൊണ്ട് സുജൂദ് ചെയ്തു. എന്തുകൊണ്ട് സുജൂദ് ചെയ്തു? ആ ആദം നബിയുടെ മുഖത്ത് മുഹമ്മദ് മുസ്തഫയുടെ പ്രകാശത്തെ കണ്ടു. അവർക്കെന്തിനാ മനുഷ്യന്മാരെ പൈസ? അവർക്കാരാ മുതലാളി? അവർക്കെന്താ രാഷ്ട്രീയക്കാരൻ? ഈ ഇതിനേക്കാളും വലിയ അധികാരികളൊക്കെ ഇവിടെ നിലനിൽക്കുന്ന കാലത്താണ് ഇവിടെ ഇവന്റെ പേരക്കുട്ടി വരിക, മഹാനായ മഹ്ദി. ഒരു വില അവർക്കൊന്നും കൊടുക്കൂല. അവരൊക്കെ ഇങ്ങോട്ട് വില വെക്കും. എന്തുകൊണ്ട്? നീതി നടക്കും. എന്തുകൊണ്ട്? ആ കുട്ടി മുഹമ്മദ് മുസ്തഫാന്റെ പേരക്കുട്ടിയ, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീട്ടി പറയുന്നില്ല, ചിന്തിക്കണം. അപ്പൊ ഇവര് ഭൂമിക്കടിയിലാണെങ്കിലും ഭൂമിക്ക് മുകളിലാണെങ്കിലും അവരെ ബഹുമാനിക്കുക എന്നത് നമ്മളെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ അടയാളങ്ങൾ ഒരാൾ ബഹുമാനിച്ചാൽ അത് തഖ്വയുടെ ഭാഗമാണ്. തഖ്വയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ അടയാളത്തെ ബഹുമാനിക്കാൻ കഴിയും. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ അടയാളം മുഹമ്മദ് മുസ്തഫയാണ്. പിന്നെ അതിന്റെ ബാക്കിയ പിന്നെ അലി ബിൻ അബി ത്വാലിബ, സിദ്ദീഖ്, ഫാറൂഖ്, ഉസ്മാൻ, അലി. എന്നാൽ ആ മൂന്നാളെക്കാളും പിൻഗാമികൾ പ്രധാനം ഈ ആൾക്കാർ, സയ്യിദ്ന അലി ബിൻ അബി ത്വാലിബ്. ആ പരമ്പരയെ എല്ലാവരും ബഹുമാനിക്കും. ഒരിക്കൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് സിദ്ദീഖുൽ അക്ബറിനോട് എന്തോ ദേഷ്യമുണ്ട് ആരോ സിദ്ദീഖുൽ അക്ബറിനോട് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ വെയിലത്ത് വന്നു നിന്നു സയ്യിദ്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവിയുടെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു, അവിടെ നിന്നു, വിഷമിച്ചു നിന്നു. ഫാത്തിമ ബീവി പൊരുത്തപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ഒരു വിഷമൊന്നുമില്ല, പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടേ സിദ്ദീഖുൽ അക്ബർ തിരിച്ചു പോയതുള്ളൂ. എന്തുകൊണ്ട്? പേടിയാ. സിദ്ദീഖുൽ അക്ബറിന് പേടിയാ ഫാത്തിമ ബീവിയെ. ഉമർ ബിൻ ഖത്താബിന് പേടിയാ റളിയല്ലാഹു അൻഹുമാ ഫാത്തിമ ബീവിയെ. വളരെ നമ്മൾ ചിന്തിക്കണം. ആ കുട്ടികളാണ് സത്യത്തിൽ ദീനിന്റെ അടയാളം. അവർ ദീനിന്റെ അടയാളമായി നിലനിൽക്കുകയും വേണം. അവരുടെ ദീൻ ഇല്ലാതെയാക്കാനുള്ള കിണഞ്ഞ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അത് അവർ ഗൗരവമായി ചിന്തിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, ഈ ബഹുമാനത്തെ പരിഗണിക്കാത്തവരാണ് വഹാബികൾ. അവർ ഈ ബഹുമാനത്തെ പരിഗണിക്കൂല. അത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം. അവരെ നിസ്സാരമായി വഹാബികളുടെ ഫിത്ന നിസ്സാരപ്പെട്ട ഫിത്നയാണെന്ന് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കരുത്. അത് ഗൗരവമായ ഫിത്നയാണ്. ഈമാൻ നഷ്ടപ്പെടുത്തി കളയും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? അഹ്ലു ബൈത്ത് കർബലയിൽ തീർന്നു എന്ന് കേരളം മുഴുവനും പെരുമ്പറയടിച്ചത് ഇവരാണ്. എന്തുകൊണ്ടാണ് അഹ്ലു ബൈത്ത് കർബലയിൽ തീർന്നു എന്ന് പെരുമ്പറയടിച്ചത്? എന്തിനാണ്? ഈ മഹാന്മാരായ മാത്തുക്കളായ നേതാക്കൾ ഇല്ലാതെയായാൽ നാഥനില്ലാത്ത പടയാകും മുസ്ലിമീങ്ങൾ.
മുസ്ലിമീങ്ങൾ നാഥനില്ലാതെ പടയായി തീരണം എന്നുള്ളത് പലരുടെയും താല്പര്യമാണ്. എന്നാൽ അഹ്ലുൽ ബൈത്തുള്ള കാലത്തോളം മുസ്ലിമീങ്ങൾ നാഥനില്ലാത്ത പടയാകൂല. പക്ഷേ നാഥനില്ലാത്ത പടയാകാതെ അവർ നാഥന്മാരായിരിക്കണമെങ്കിൽ എന്ത് വേണം? ആ അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കണം. അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കണമെങ്കിൽ അഹ്ലുൽ ബൈത്ത് എന്ത് ചെയ്യണം? നീതിയോടുകൂടെ നിൽക്കണം, നീതിയുടെ പക്ഷത്ത് നിൽക്കണം. ഈ രണ്ട് ബന്ധമുണ്ടെങ്കിൽ ഇവിടെ ദീൻ ഒരു ചുക്കും വരില്ല. ഒന്ന്, അഹ്ലുൽ ബൈത്ത് നീതിയുടെ പക്ഷത്ത് നിൽക്കുക, ജനങ്ങളെല്ലാം അഹ്ലുൽ ബൈത്തിനെ ബഹുമാനിക്കുക. നീതി കൊടുത്താൽ ജനങ്ങൾ ബഹുമാനിക്കും, എല്ലാവരും ബഹുമാനിക്കും. ജാതി മതം അതിൽ വിഷയമല്ല. ഇതൊന്നും തമാശ പറയല്ല.